നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും പ്രകമ്പനമുണ്ടായതായി റിപ്പോർട്ട്. പ്രകമ്പനമുയർന്നത് വെള്ളിയാഴ്ച രാവിലെ 10:15ഓടെ. ഒറ്റപ്പാലം താലൂക്ക് പരിധിയിലെ വിവിധ പ്രദേശങ്ങളിലും ഇടിമുഴക്കം പോലെ ഭയാനക ശബ്ദമുയർന്നതായി പ്രദേശവാസികൾ. കുന്നംകുളം മരത്തംകോട് ചൊവ്വന്നൂരിൽ വൻ ലഹരിവേട്ട. 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ഗുരുവായൂർ സ്വദേശി നിതീഷ്, പേരകം സ്വദേശി അൻസിൽ എന്നിവർ. പ്രതികളിൽ നിന്നും കണ്ടെടുത്തത് 2 കിലോ ഹാഷിഷ് ഓയിലും 65 ഗ്രാം MDMA-യും. 2.5 ഗ്രാം MDMA-യുമായി 2 പേർ പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. പ്രതികളെ റിമാൻഡ് ചെയ്തു. തൃശൂരിൽ ഗുണ്ട ആക്രമണം. കൊലക്കേസ് പ്രതിക്ക് കുത്തേറ്റത് കുറ്റൂർ സ്വദേശി ആക്രു എന്ന വിപിന്. പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം പൂർണ്ണ സജ്ജമായാൽ കേരളത്തിന്റെ കായിക ലോകത്തിന് കുതിപ്പിന്റെ നാഴികക്കല്ലാവുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. അടിസ്ഥാന സൌകര്യത്തിലും ആധുനിക സംവിധാനമുള്ള മൈതാനമില്ലാത്തതും കേരളത്തിന് തിരിച്ചടിയാണെന്നും മന്ത്രി. പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPM പ്രവർത്തകർക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർ കോടതി കയറേണ്ടി വരുമെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ചെങ്കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന പാലക്കാട് ജില്ലയിൽ CPM ശോഷിച്ചു വരുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്താനാണ് CPM ശ്രമമെന്നും A. തങ്കപ്പൻ. വ്യാജ വോട്ടർമാരെ ഉപയോഗിച്ച് ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിന് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണ. തൃശൂർ തളിക്കുളത്ത് മത്സ്യബന്ധനത്തിനിടെ തിരയിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് നമ്പിക്കടവിൽ താമസിക്കുന്ന 52 വയസ്സുള്ള സുനിൽകുമാർ. പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം റെയിൽവേ ട്രാക്കിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് വള്ളത്തോൾ നഗർ അത്തിക്കപ്പറമ്പ് സ്വദേശി കുഞ്ഞി മുഹമ്മദിന്റെ ഭാര്യ മറിയക്കുട്ടി. തൃശൂർ പേരാമ്പ്ര അപ്പോളോ ടൈഗേഴ്സിൽ തീപിടുത്തം. അപകടം നടന്നത് വെള്ളിയാഴ്ച രാവിലെ 8:40ഓടെ. ചാലക്കുടി, പുതുക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രോജ്വല പോരാട്ട സ്മരണയിൽ ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനം. ചരിത്രഗതിയറിയാത്ത ഭരണാധികാരികൾ വർത്തമാന ഭാവി കാലത്ത് ഇടം പിടിക്കുന്നത് ചവറ്റുകുട്ടയിലാണെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം. വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം. യോഗം നടന്നത് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ബസ്സുടമകളുടെയും സാന്നിധ്യത്തിൽ. വിദ്യാർത്ഥികളുടെ സുഗമമായ യാത്രയ്ക്കാവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ യോഗത്തിൽ തീരുമാനം. ഒറ്റപ്പാലം നഗരസഭയിലെ വരോട് അനങ്ങൻമലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ക്വാറി പ്രവർത്തനം നിർത്തിവെക്കണമെന്നും അനങ്ങൻമലയെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി വരോട് KPSMM VHSS-ലെ വിദ്യാർത്ഥികളും അധ്യാപകരും. പ്രതിഷേധത്തിന്റെ ഭാഗമായി ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ സ്കൂളിലെ അധ്യാപകരുടെ ഏകദിന ഉപവാസം. ഓഗസ്റ്റ് 15-ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി ശൃംഖല തീർക്കും. വാർത്തകൾ വിശദമായി. പാലക്കാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ രാവിലെ ഭൂമിക്കടിയിൽ നിന്നും പ്രകമ്പനം ഉണ്ടായതായി റിപ്പോർട്ട്. ഒറ്റപ്പാലത്തും വിവിധയിടങ്ങളിൽ ഉഗ്രശബ്ദം. ഒറ്റപ്പാലം താലൂക്ക് പരിധിയിലെ ചളവറ, പുലാക്കുന്ന്, ലക്കിടി, അകലൂർ, പനമണ്ണ, കോതകുറിശി, വാണിയംകുളം, പനയൂർ, വരോട്, വീട്ടാൻപാറ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലെ നാട്ടുകാരാണ് ഉഗ്രശബ്ദം കേട്ടത്. അത് ഒരു 10-10:15 ഉള്ളിലാണ് സംഭവം ഉണ്ടായത്. അത് ഏത് ഭാഗത്തുനിന്നാണെന്നൊരു വ്യക്തതയില്ലാത്തൊരു സൗണ്ടാണ് വന്നത്. നമുക്കൊരു ദിശ പറയാൻ പറ്റില്ല. ഇപ്പോൾ അത് മറ്റേ വടക്കുന്നാണോ പടിഞ്ഞാറുന്നാണോ കിഴക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു കുലുക്കം പോലെ ഒരു സൗണ്ട്, ഒരു എന്തായാലും പറയാ, ഒരു മുഴക്കം, അങ്ങനത്തെ ഒരു സൗണ്ടാണ് കേട്ടത്. രാവിലെ 10:15ഓടെയായിരുന്നു ഇടിമുഴക്കം പോലൊരു ഭയാനക ശബ്ദം കേട്ടത്. അവരോട് വാടാനംകുറിശി സ്കൂളിലെ ജനലുകൾക്കും പാചകപ്പുരയിലെ ഷട്ടറിനും പ്രകമ്പനം ഉണ്ടായതായി അധ്യാപിക സുരേഖ പറഞ്ഞു. കാലൊക്കെ ആയപ്പോഴായിരുന്നു ഒരു ഇടിമുഴക്കത്തോടുള്ളൊരു ഉഗ്ര ശബ്ദം കേൾക്കുകയും ജനലുകളൊക്കെ ഒന്ന് ഷെയ്ക്കലോ ഇളകുന്ന പോലെ അനുഭവപ്പെടുകയും ചെയ്തു. പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം പൂർണ്ണ സജ്ജമായാൽ കേരളത്തിന്റെ കായിക ലോകത്തിന് പുതു ഊർജ്ജം പകരുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക ലോകത്ത് നിരവധി പ്രതിഭകളെ വാർത്തെടുത്ത സംസ്ഥാനമാണ് കേരളം. ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ, വെയ്റ്റ് ലിഫ്റ്റിംഗ്, ഓട്ടം തുടങ്ങിയ പല മേഖലകളിലും ലോകപ്രശസ്ത കളിക്കാരെ കേരളം സമ്മാനിച്ചു. അടിസ്ഥാന സൗകര്യത്തിന്റെയും ആധുനിക സംവിധാനമുള്ള മൈതാനവും ഉപകരണവും ഇല്ലാത്തതാണ് കേരളത്തിന് തിരിച്ചടിയാകുന്നത്. ഇത് പരിഹരിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. മികച്ച താരങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള പരിശീലനം വേണമെന്നും ഇത് തിരിച്ചറിഞ്ഞാണ് സർക്കാർ സ്പോർട്സ് ഹബിനും സ്പോർട്സ് സിറ്റിക്കും തുടക്കം കുറിക്കുന്നത്. സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുന്നതോടെ പരിശീലനത്തിന് പുറമെ രാജ്യാന്തര മത്സരങ്ങൾക്കും പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം വേദിയാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. നിരവധി വർഷങ്ങളായി
ഇതിൻ്റെ പൂർത്തീകരണത്തിനായി ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ ചടങ്ങോടുകൂടി നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പ്രവൃത്തികൾ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തീകരിച്ച് ഈ സ്റ്റേഡിയം കായിക പ്രേമികൾക്കായി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഈ പ്രവൃത്തി ഉദ്ഘാടനത്തിൽ ഞാൻ എത്തിയിട്ടുള്ളത്. ഈ സ്റ്റേഡിയത്തിൻ്റെ പണി പൂർത്തിയാക്കുന്നതിനാവശ്യമായിട്ടുള്ള തുക കിഫ്ബി മുഖാന്തരം ഇന്ന് അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനം മുമ്പ് നടത്തിയിട്ടുള്ള അതേ കോൺട്രാക്ടർ തന്നെയാണ് ഈ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി നമുക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. 2002 ഇത്തരത്തിലൊരു സ്റ്റേഡിയത്തെക്കുറിച്ച് പാലക്കാടിൽ ആലോചന ആരംഭിച്ചതാണ്. അന്ന് ജില്ലാ സ്പോർട്സ് കൗൺസിലിന് അനുവദിച്ച 1.95 ഏക്കർ സ്ഥലത്താണ് ഇന്ന് ആ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിക്കാൻ പോകുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA അധ്യക്ഷനായി. വി കെ ശ്രീകണ്ഠൻ MP, MLAമാരായ കെ ശാന്തകുമാരി, എ പ്രഭാകരൻ, എൻ ശംസുദ്ദീൻ, പി മമ്മിക്കുട്ടി, കെ ബാബു, കെ ഡി പ്രസേനൻ, പി സുമോദ്, മുഹമ്മദ് മൊഹസിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ പി കെ അനിൽകുമാർ, അന്തർദേശീയ കായിക താരങ്ങളായ MD വത്സമ്മ, പ്രീജ ശ്രീധരൻ, കായിക യുവജന കാര്യാലയം കോഴിക്കോട് മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ ടി അനീഷ്, പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം സൊസൈറ്റി സെക്രട്ടറി TR അജയൻ, കായിക താരങ്ങൾ, പരിശീലകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം മരത്തംകോട് ചൊവ്വനൂരിൽ വൻ ലഹരിവേട്ട. 2 കിലോ ഹാഷിഷ് ഓയിലും 65 ഗ്രാം MDMAയും പിടികൂടി. സംഭവത്തിൽ 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഗുരുവായൂർ താമരയൂർ സ്വദേശി 31 വയസ്സുള്ള നിതീഷ്, പേരകം കാവീട് സ്വദേശി 21 വയസ്സുള്ള അൻസിൽ എന്നിവരാണ് പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവി ഇളങ്കോയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വിൽപ്പനയ്ക്ക് കൊണ്ടുവരികയായിരുന്ന ഹാഷിഷ് ഓയിലും MDMAയുമാണ് പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് എരുമപ്പെട്ടി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ മരത്തങ്കോട് തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. തുടർന്ന് ലഹരി വസ്തുക്കളും വാഹനവും കസ്റ്റഡിയിലെടുത്തു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർമാരായ സുകുമാരൻ, വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കുന്നംകുളം തഹസിൽദാർ OB ഹേമയും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPMന്റെ നെറികെട്ട പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർ കോടതി കയറേണ്ടി വരുമെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. വ്യാജ വോട്ടർമാരെ ചേർത്ത് ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2016 മുതൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ CPM 3ാം സ്ഥാനത്താണ്. കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ PB അംഗം മത്സരിച്ചിട്ടും ദയനീയമായി പരാജയപ്പെട്ടു. ചെങ്കോട്ടയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പാലക്കാട് തുടരെ ഉണ്ടാവുന്ന പരാജയങ്ങൾ മറികടക്കാനാണ് വ്യാജവിലാസത്തിലും വ്യാജ ID കാർഡ് ഉപയോഗിച്ചും വോട്ടർമാരെ സൃഷ്ടിക്കുന്നതെന്നും പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വോട്ടർമാരല്ലാത്തവരും മറ്റു മണ്ഡലങ്ങളിൽ വോട്ടുള്ളവരെയും പാലക്കാട് മണ്ഡലത്തിൽ CPMന്റെ നേതൃത്വത്തിൽ വോട്ടർമാരാക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ A തങ്കപ്പൻ പറഞ്ഞു. ആദ്യം ഞങ്ങൾ പരാതി കൊടുത്തതിന് ശേഷം വീണ്ടും 1000 കയറിയപ്പോൾ ഇതിനകത്ത് കള്ളത്തരം മണക്കുന്നു ഞങ്ങൾ തോന്നിയത് കൊണ്ടാണ് ഈ പ്രതിഷേധ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒന്നേ കാര്യമുള്ളൂ, ഇതിന്റെ മുമ്പ് കയറ്റിയിട്ടുള്ള ഇന്ന് വരെ ചേർത്തിട്ടുള്ള വോട്ടിന്റെ ഒന്ന് പരിശോധിക്കും. ആ പരിശോധിച്ചിട്ട് എവിടെയാണ് കൊല്ലംകോട് നിന്നാണോ കൊടുവായൂരിൽ നിന്നാണോ അല്ലെ കൊഴമന്നത്താണോ ആലത്തൂർ നിന്ന് വന്ന വോട്ട് എവിടെ നിന്നാണ് അറിയാലോ. ഈ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കൊഴമന്നം പഞ്ചായത്തിൽ നിന്ന് 10ാമത്തെ ബൂത്തിൽ വന്നെങ്കിൽ ആ 10ാമത്തെ ബൂത്തിൽ അവനുണ്ടോ ഒന്ന് പരിശോധിക്കണം, അവിടെ വെട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പൊ ഇവിടെ എങ്ങനെ വന്നു പരിശോധിക്കണം. ഇത് പരിശോധിക്കേണ്ട അധികാരികളാണ് കണ്ണു ചുമ്പിയിരിക്കുന്നത്. അവരുടെ ഭാഗത്ത് ഉണ്ട് എന്നൊക്കെ ഇന്നലെ ബാലയുടെ 2 ലെറ്ററൊക്കെ അയച്ചിട്ടുണ്ട്, ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്യണം, ഞങ്ങളിതിന് പിന്നിലുണ്ട്.
ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷനായി. സി ചന്ദ്രൻ, വി രാമചന്ദ്രൻ, സി ബാലൻ, പി നന്ദബാൽ, പ്രിയകുമാരൻ, കെ എ കുമാരി, ജി ശിവരാജൻ, പി എച്ച് മുസ്തഫ, പി ആർ പ്രസാദ്, പുത്തൂർ രാമകൃഷ്ണൻ, കിദർ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ വീണ്ടും ഗുണ്ടാക്രമണം. കൊലക്കേസ് പ്രതിക്ക് കുത്തേറ്റു. ആവേശ മോഡൽ റിലീസ് ചെയ്ത കുറ്റൂര് അനൂപിന്റെ കൂട്ടാളി വിപിനാണ് കുത്തേറ്റത്. സംഭവത്തിൽ 4 പേരെ വിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 5 ദിവസം മുൻപ് കുറ്റൂരിൽ വെച്ചായിരുന്നു സംഭവം. 13 വർഷം മുൻപ് നടന്ന ഗജു കൊലപാതക കേസിലെ 1-ാം പ്രതിയാണ് കുത്തേറ്റ വിപിൻ. കൊല്ലപ്പെട്ട ഗജുവിന്റെ സുഹൃത്തുക്കളാണ് വിപിനെ ആക്രമിച്ചത്. രാത്രി വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയായിരുന്നു ആക്രമണം. മുഖത്തും കയ്യിലും ഗുരുതര പരിക്കേറ്റ വിപിനെ ആദ്യം കൂർക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. സംഭവത്തിൽ 4 പേരെ വിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റൂർ സ്വദേശികളായ ദീപക്, ശരത്, ഡെൽവിൻ, രമേശ് എന്നിവരാണ് അറസ്റ്റിലായത്. ദീപകാണ് 1-ാം പ്രതി. ഗജുവിനെ കൊലപ്പെടുത്തിയതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മായക മയക്കുമരുന്നായ MDMA-യുമായി 2 യുവാക്കൾ പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. 2.5 ഗ്രാം MDMA-യുമായി പട്ടാമ്പി കീഴായൂർ സ്വദേശികളായ ഷാഹുൽ ഹമീദ്, മുഹമ്മദ് ഷഹീൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ പെട്രോളിംഗിനിടെയാണ് പട്ടാമ്പി മത്സ്യ മാർക്കറ്റിന് സമീപമുള്ള ബൈപ്പാസ് റോഡിൽ വെച്ച് 2 യുവാക്കളെ പോലീസ് പിടികൂടിയത്. ഇവരിൽ നിന്നും 2.5 ഗ്രാം മാരക മയക്കുമരുന്നായ MDMA കണ്ടെടുത്തു. പട്ടാമ്പി സ്വദേശി 23 വയസ്സുള്ള ഷാഹുൽ ഹമീദ്, കീഴയൂർ സ്വദേശി 23 വയസ്സുള്ള മുഹമ്മദ് ഷഹീൻ എന്നിവരെയാണ് പട്ടാമ്പി SI കെ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. പരിശോധന ശക്തമാക്കുമെന്ന് SI പറഞ്ഞു. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിന് സമീപത്തുള്ള ബൈപ്പാസ് റോഡിൽ ഞങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സാഹചര്യത്തിലുണ്ട് ചെറുപ്പക്കാരെ കാണുക. ഞങ്ങൾ ചെക്ക് ചെയ്ത സമയം അവരെ കയ്യിൽ നിന്ന് ഒരു 3.3 ഗ്രാം കവർ ഉൾപ്പെടുന്ന MDMA കണ്ടെത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നിലവിലെ ഇത്തരത്തിലുള്ള മാരക മയക്കുമരുന്നായിട്ടുള്ള MDMA ഉപയോഗിക്കുന്നതൊക്കെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. 2 പ്രതികളെയും പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സോഷ്യലിസത്തെ നിരാകരിച്ച് ഏകാധിപത്യത്തെ കൂട്ടുപിടിക്കുന്നവർ ചരിത്രബോധമില്ലാത്തവരാണെന്നും വഖഫ് ബോർഡ് ഭേദഗതി മതേതരത്വത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന്റെ ഭാഗമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി യുവജനതാദളിന്റെ നേതൃത്വത്തിൽ പാലക്കാട് സംഘടിപ്പിച്ച ക്വിറ്റ് ഇന്ത്യ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രക്തസാക്ഷിത്വത്തിന്റെയും ത്യാഗത്തിന്റെയും ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. വിവിധ സംസ്കാരങ്ങളുടെ സമ്പന്ന ഭൂമിയായ ഭാരതത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഭരണാധികാരികളും കൂട്ടുനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷത്തെയും വിമർശനങ്ങളെയും ഇല്ലാതാക്കുന്നത് ഭാരതത്തിന്റെ അന്തസത്ത ഇല്ലാതാക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ നിങ്ങളുടെ കൂടെയുള്ളവർ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ നിങ്ങളുണ്ടോ? നിങ്ങൾക്ക് ഒരു വികാരം തട്ടുന്നുണ്ടോ? തട്ടുന്നില്ലല്ലോ. തട്ടട്ടെ. പണ്ടത്തെ രാഷ്ട്രീയ പ്രവർത്തകന്മാർ അങ്ങനെ തട്ടി വേദനിച്ചിട്ടാണ് അവരൊക്കെ പുറപ്പെട്ടത്. ആ വികാരം വരട്ടെ നമുക്ക്. ഇതിൽ ഏതെങ്കിലും നേതാവിന്റെ പെർമിഷൻ ഒന്നും വേണ്ട. തുടങ്ങട്ടെ. കൃഷിക്കാരുടെ സമരം തുടങ്ങി എത്രയാ? 5 കൃഷിക്കാർ കൂടി തുടങ്ങി 5 ലക്ഷം ആളുകളായി മാറി. ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും വന്നില്ല. ആ വിഷമവും അനീതിയും കാണുമ്പോൾ അതിനെതിരായി പടപെടുന്ന ഒരു രീതി വരട്ടെ. അപ്പൊ പത്രത്തിൽ പേര് വരുമോ പറഞ്ഞിട്ടാണ് ഇവിടുത്തെ യോഗം നടത്തുന്നത് അല്ലെ? അല്ലാണ്ട് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിട്ടോ 2000 നമ്മുടെ നാടെത്തി. അപ്പൊ ഇതിനെതിരായി അനീതി കണ്ടപ്പോൾ അതിനെതിരായി പ്രതികരിക്കുന്ന ഒരു ഞാൻ അനീതി ചെയ്തതാണെങ്കിൽ എനിക്കെതിരായി പ്രതികരിക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്തു കൊടുക്കും എന്നുള്ളത് വേണ്ടേ? NYC ജില്ലാ പ്രസിഡന്റ് പി സിദ്ദിഖ് അധ്യക്ഷനായി. NCPS ജില്ലാ പ്രസിഡന്റ് A രാമസ്വാമി, ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ, ആയിഷ, സലോമ, അബ്ദുൾ റഹ്മാൻ, ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം നഗരസഭയിലെ വരോട് അനങ്ങന്മല പ്രദേശത്തെ സ്വകാര്യ ക്വാറിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി വരോട് KPSMM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. പ്രതിഷേധത്തിന്റെ ഭാഗമായി വിദ്യാലയത്തിലെ അധ്യാപകരും അനധ്യാപകരും ഏകദിന ഉപവാസ സമരം നടത്തി. ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ നടന്ന ഉപവാസ സമരം ഗാന്ധിയൻ രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. വേണ്ടാത്തത് കാണരുത്, വേണ്ടാത്തത് കേൾക്കരുത്, വേണ്ടാത്തത് പറയരുത്.
അത് ഏതാണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നത്. അതിൻ്റെ ഒരു സംസ്കാരമുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണിത്. അല്ലെങ്കിൽ രക്ഷകർത്താക്കളും ഇതിൽ ഇടപെടുന്നത് കൊണ്ട് അവർ ഈ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ മക്കളെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അക്ഷമരായി നിങ്ങൾ കേൾക്കുകയാണ്. അപ്പോൾ 10 മരത്തിനും അപ്പോൾ ഈ ഞാൻ പറഞ്ഞുകൊണ്ടത് പർവ്വതങ്ങളും കുന്നുകളും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. സേവ് അനങ്ങമല സേവസ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു നടത്തിയ സമരത്തിൽ PTA പ്രസിഡന്റ് T സബിത അധ്യക്ഷയായി. പ്രിൻസിപ്പൽ C രാജേഷ് കുമാർ, പ്രധാന അധ്യാപകൻ SR പ്രകാശ്, വിദ്യാർത്ഥി A ദിൽഷ, K അഭിജിത്ത്, T കബീർ, K അബൂ താഹിർ, മാനേജർ Dr. K രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 15-ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി ശൃംഖലയും തീർക്കും. വരോട് KPSM VHSS, വരോട് AUPS, വരോട് AMLPS എന്നീ സ്കൂളിലെ വിദ്യാർത്ഥികൾ ശൃംഖലയിൽ പങ്കെടുക്കും. വരോട് 4-ാം മൈലിൽ അനങ്ങന്മലയുടെ താഴ്വാരത്ത് പ്രവർത്തിക്കുന്ന ക്വാറിയുടെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും വിദ്യാർത്ഥികൾ ഒപ്പിട്ട് നിവേദനം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പിയിൽ വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികളുമായി പട്ടാമ്പി പോലീസ്. പോലീസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ബസ് പ്രതിനിധികളുടെയും പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. വിദ്യാർത്ഥികളുടെ സുഗമമായ യാത്രയ്ക്ക് ആവശ്യമായ നടപടി കൈക്കൊള്ളാൻ യോഗത്തിൽ തീരുമാനം. പട്ടാമ്പിയിൽ സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികളുടെ യാത്ര സുഗമമാക്കാൻ ലക്ഷ്യമിട്ടാണ് SI K മണികണ്ഠന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രതിനിധികളെയും അധ്യാപകരെയും സ്വകാര്യ ബസ് പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അധ്യാപകരും വിദ്യാർത്ഥി പ്രതിനിധികളും ചൂണ്ടിക്കാണിച്ചത്. പട്ടാമ്പിയിലെ വിവിധ സ്റ്റോപ്പുകളിൽ വിദ്യാർത്ഥികളെ കണ്ടാൽ ബസ് നിർത്തുന്നില്ലെന്നും പലപ്പോഴും കുട്ടികൾ കയറുന്നതിന് മുൻപ് ബസ്സുകൾ മുന്നോട്ടെടുക്കുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളും യോഗത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ സൂചിപ്പിച്ചു. ഞങ്ങളവിടെ വളാഞ്ചേരി ആ റൂട്ടിൽ പോകുന്ന ഭാഗത്ത് സ്കൂളിൽ ബസ് നിർത്താറില്ല. നിർത്തിയാലും കുറച്ച് കുട്ടികളെ കയറ്റും. വിദ്യാർത്ഥികളോട് ഇപ്പോഴും വിവേചനപരമായാണ് ബസ് തൊഴിലാളികൾ പെരുമാറുന്നതെന്ന ആക്ഷേപവും യോഗത്തിൽ ഉയർന്നു. ബസ്സുകൾ കിട്ടാത്തത് മൂലം വിദ്യാർത്ഥികൾ സ്കൂളിൽ വൈകിയെത്തുന്ന പ്രശ്നങ്ങൾ അധ്യാപകരും ചൂണ്ടിക്കാണിച്ചു. സ്വകാര്യ ബസ്സുകളിൽ 80% യാത്രക്കാരും വിദ്യാർത്ഥികൾ തന്നെയാണെന്നും റോഡ് തകർച്ചയുമായി ബന്ധപ്പെട്ട് സമയം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് പല സ്റ്റോപ്പുകളിൽ നിർത്താൻ കഴിയാത്തതെന്നും ബസ് പ്രതിനിധികൾ യോഗത്തിൽ വ്യക്തമാക്കി. കൺസെഷൻ കാർഡില്ലാതെ വരുന്നവർക്കും ആനുകൂല്യം നൽകേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും ഇതാണ് പലപ്പോഴും തർക്കങ്ങൾക്ക് ഇടവരുത്തുന്നതെന്നും വിദ്യാർത്ഥികൾക്ക് പരിഗണന നൽകുന്നുണ്ടെന്നും ഇവർ സൂചിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ സുഗമമായ യാത്രയ്ക്കാവശ്യമായ നടപടികൾ കൈക്കൊള്ളാനും യോഗത്തിൽ തീരുമാനമായി. SIക്ക് പുറമെ ട്രാഫിക് SI രാമകൃഷ്ണനും യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുഖം മിനുക്കാനൊരുങ്ങി മങ്കര റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷനിലെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. സ്റ്റേഷന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കാട് മൂടിക്കിടക്കുന്ന 2-ാം നമ്പർ പ്ലാറ്റ്ഫോം കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഒരാൾ ഉയരത്തിലായിരുന്നു 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കാട് മൂടിക്കിടന്നിരുന്നത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോം വീതി കൂട്ടി മതിൽ കെട്ടി സംരക്ഷിക്കുന്ന പ്രവൃത്തികളും നടന്നു വരുന്നുണ്ട്. സ്റ്റേഷനിലേക്കുള്ള അനുബന്ധ റോഡ് കാലങ്ങളായി തകർച്ചയിലായിരുന്നു. വാഹനം പോലും വരാൻ മടിക്കുന്ന അവസ്ഥയിലുമായിരുന്നു. 200 മീറ്റർ വരുന്ന റോഡും നവീകരിക്കും. കൂടാതെ റോഡിന് സമീപമുള്ള അഴുക്കുചാൽ നിർമ്മാണവും പൂർത്തീകരിച്ചു കഴിഞ്ഞു. 5 വർഷത്തിലേറെയായി യാത്രക്കാർ കുറവാണെന്ന കാരണത്താൽ മങ്കര റെയിൽവേ സ്റ്റേഷൻ തരം താഴ്ത്തപ്പെട്ടിരുന്നു. സ്റ്റേഷൻ ഓഫീസ് പൂട്ടി ജീവനക്കാരെ ആരും നിയമിക്കാതായതോടെയാണ് മങ്കര റെയിൽവേ സ്റ്റേഷൻ നശിക്കുന്ന അവസ്ഥയിലായത്. ടിക്കറ്റ് വിൽപ്പനയ്ക്ക് മാത്രം കരാറുകാരനെ ഏൽപ്പിച്ചിരുന്നു. നിലവിൽ 6ഓളം ട്രെയിനുകൾക്കാണ് ഇവിടെ സ്റ്റോപ്പ് ഉള്ളത്. പകുതി ഏകദേശം പകുതിയായിട്ടുണ്ട്. അപ്പോൾ 2 സൈഡ് പ്ലാറ്റ്ഫോം കോൺക്രീറ്റും കാര്യങ്ങളാണ് ചെയ്യുന്നത്. പ്ലാറ്റ്ഫോം 1ഉം 2ഉം പിന്നെ ബൗണ്ടറി വാള് നമ്മൾ ചെയ്യുന്നുണ്ട്. ബൗണ്ടറി വാൾ എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി റോഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. പിന്നെ കൂടെ ഒരു ഡ്രൈനേജ് ചെയ്തു വരുന്നുണ്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ റോഡ് ബാക്കി. പിന്നെ പ്ലാറ്റ്ഫോം നമ്പർ 2-ലെ കോൺക്രീറ്റ് ആണ് ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സ്റ്റേഷൻ സൗന്ദര്യവൽക്കരിക്കുന്നതോടെ യാത്രക്കാരുടെ എണ്ണവും വർദ്ധിക്കുമെന്നാണ് റെയിൽവേയുടെ കണക്കുകൂട്ടൽ. സ്റ്റേഷൻ നവീകരിക്കുന്നതോടെ മങ്കര റെയിൽവേ സ്റ്റേഷൻ പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചെത്തുമെന്ന് പൊതുപ്രവർത്തകൻ കൂടിയായ ശംസുദ്ദീൻ മങ്കര പറഞ്ഞു. യാത്രക്കാർക്ക് ഇപ്പോൾ നല്ല സന്തോഷകരമായ ഒരു യാത്ര ചെയ്യാൻ മങ്കര റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ അതിന് ഉപകാരപ്പെടും. അതുകൂടാതെ മങ്കര റെയിൽവേ സ്റ്റേഷനിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ ടിക്കറ്റ് കൗണ്ടർ പുനരാരംഭിക്കണം എന്നാണ് നമ്മൾ നാട്ടുകാരായ ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യപ്പെടുന്നത്. കാരണം ഇപ്പോൾ പ്രൈവറ്റ് കമ്പനികൾക്ക്, പ്രൈവറ്റ് പാർട്ടികൾക്കൊക്കെ കൊടുത്തിരിക്കുകയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇനിയും ഇതുപോലുള്ള ഓരോ മാറ്റങ്ങൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വരുത്തുകയാണെങ്കിൽ യാത്രക്കാർ കൂടുതൽ വന്ന് ട്രെയിൻ യാത്ര ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല.
ഖാദി വസ്ത്രങ്ങൾ ധരിക്കുന്നതിനൊപ്പം ഖാദിയുമായി ഇഴുകിച്ചേർന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും വേണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട് ഓണം ഖാദി വിപണന മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്നേഹം, സഹനം, സഹാനുഭൂതി എന്നിവ ഉയർത്തിപ്പിടിക്കുന്ന ദേശസ്നേഹമാണ് ഖാദിയിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത്. ഖാദി സംസ്കാരത്തെ പ്രചരിപ്പിക്കാതെയും പ്രോത്സാഹനം നൽകാതെയും മേക്ക് ഇൻ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. ഇതിനെതിരായി നമ്മൾ ഖാദി ബോർഡിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലാളിയുടെ അല്ല, നമ്മളെല്ലാ വേദന അനുഭവിക്കുന്നവരും കൂടി ഒന്നിച്ച് ഒരു വലിയ ശക്തമായ ഒരു മുന്നേറ്റം നടത്തിയെങ്കിൽ നമ്മളെല്ലാം തകരും. വലിയ ആളുകൾ മാത്രം ജീവിക്കുന്ന സ്ഥിതിയിൽ എത്തിഞ്ഞ് അത് പ്രത്യേകിച്ച് ഇറക്കുമതിക്ക് തുണിത്തര ഇറക്കുമതിക്കെതിരായി ശക്തമായി നമ്മൾ പോരാടാൻ അതിനായിരിക്കണം നിങ്ങൾ സമരം. ഒരു ദിവസം പണി പോട്ടെ പറഞ്ഞ് നിങ്ങൾ ഒരു ദിവസം സമരം നടത്തി. എനിക്കതേ പറയാനുള്ളൂ. ഞാൻ വളരെ അതേപോലെ ഇവിടെ ഇരിക്കുന്നവരെന്നെ ഖാദി ഉപയോഗിക്കണം എന്നുകൂടി ഞാൻ. കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് പുതിയ രൂപകൽപ്പനയിലും ഭംഗിയിലും ഗുണമേന്മയും ഉൾച്ചേർത്താണ് ഖാദി ഓണം വിപണനമേള നടത്തുന്നത്. മേളയുടെ ആദ്യ വിൽപ്പന നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും സമ്മാന കൂപ്പൺ വിതരണം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചറും നിർവഹിച്ചു. കെ ശാന്തകുമാരി MLA ചടങ്ങിൽ അധ്യക്ഷയായി. ഖാദി ഗ്രാമവ്യവസായ സംഘം മെമ്പർ കെ ശിവരാമൻ, പ്രൊജക്ട് ഓഫീസർ S കൃഷ്ണ, സെക്രട്ടറി ഡോക്ടർ കെ രതീഷ്, ലീഡ് ബാങ്ക് മാനേജർ PT അനിൽകുമാർ, വ്യവസായ കേന്ദ്രം ഓഫീസർ സജി, S ശൈലേഷ് കുമാർ, PA അഷിത, K പ്രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ തളിക്കുളത്ത് മത്സ്യബന്ധനത്തിനിടെ തിരയിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. നമ്പിക്കടവിൽ താമസിക്കുന്ന 52 വയസ്സുള്ള സുനിൽകുമാറാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 6:40ഓടെയായിരുന്നു അപകടം. വെള്ളിയാഴ്ച രാവിലെ 6:40ഓടെയായിരുന്നു അപകടം. നമ്പിക്കടവ് ബീച്ചിൽ കടലിൽ കണ്ടാടി വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നതിനിടയിൽ തിരയിൽപ്പെടുകയായിരുന്നു. മുങ്ങിത്താഴ്ന്ന സുനിലിനെ നാട്ടുകാർ കരയിൽ കയറ്റി വല്ലപ്പാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടികജാതി വിഭാഗത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാലക്കാട് മെഡിക്കൽ കോളേജ് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി നശിപ്പിക്കുകയാണെന്ന് ദളിത് ഗോത്ര ദേശീയ പാർട്ടി. ജീവനക്കാരുടെ നിയമനങ്ങൾ പൂർണ്ണമായും പിന്നോക്ക വിഭാഗക്കാർക്ക് നൽകണമെന്നും ദളിത് ഗോത്ര പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് AN കരിങ്കരപ്പുള്ളി പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2010 ഉമ്മൻചാണ്ടി സർക്കാർ പാലക്കാടിന് അനുവദിച്ച മെഡിക്കൽ കോളേജിനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി നശിപ്പിക്കുകയാണ്. പിന്നോക്ക വിഭാഗത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മെഡിക്കൽ കോളേജിന്റെ ഉടമസ്ഥാവകാശം പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് കീഴിലാക്കണം. നിയമനങ്ങൾക്കായി പ്രത്യേക ബോർഡ് രൂപീകരിക്കണം. പട്ടികജാതി പട്ടികവർഗത്തിനും പിന്നോക്ക വിഭാഗത്തിനും നിയമനം നൽകുന്നതിൽ 50% പാലക്കാടുകാർക്കായി സംവരണം ചെയ്യണം. മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഡോക്ടർമാരും മറ്റു ജീവനക്കാരും ആധുനിക സംവിധാനങ്ങളും ആവശ്യപ്പെട്ട് സമരരംഗത്തേക്ക് ഇറങ്ങുമെന്നും AN കരിങ്കരപ്പുള്ളി പറഞ്ഞു. നിർമ്മാണ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ കാണുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഒരു നിയമം സർക്കാർ ഉണ്ടാക്കണം. ഇത് പട്ടികജാതിക്കാരുടെ ആയിട്ടുള്ള സ്ഥാപനമായതുകൊണ്ട് പട്ടികജാതി വകുപ്പിന് ഇതിന് ഉടമസ്ഥാവകാശം നൽകണം. ആ ഉടമസ്ഥാവകാശം പട്ടികജാതി വകുപ്പിന് നൽകിക്കൊണ്ട് അതിൽ വരുന്ന നിയമനങ്ങൾ അത് PSC കൊടുക്കാതെ ഒരു നിയമന ബോർഡ് സ്ഥാപിക്കണം. ആ നിയമന ബോർഡിൽ 50% പട്ടികജാതിക്കാരെ ഉൾപ്പെടുത്തുകയും വേണം ആ നിയമന ബോർഡിൽ. ജില്ലാ പ്രസിഡന്റ് KK രവീന്ദ്രദാസ്, PV സഹദേവൻ, C രാമചന്ദ്രൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പയങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം റെയിൽവേ ട്രാക്കിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ അത്തിക്കപ്പറമ്പ് സ്വദേശിനി 58 വയസ്സുള്ള മറിയക്കുട്ടിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 5:30 ശേഷം മറിയക്കുട്ടിയെ വീട്ടിൽ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് പയങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി നാട്ടുകാർ അറിയിച്ചത്. ചെറുതുരുത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി മൃതദേഹം മറിയക്കുട്ടിയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. അത്തിക്കവറമ്പ് ഓഞ്ഞനത്ത് വീട്ടിൽ കുഞ്ഞി മുഹമ്മദാണ് ഭർത്താവ്. ജബ്ബാർ, ഷിയാസ് എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ത്യാഗങ്ങളെ അവഗണിച്ചും ചരിത്രത്തെ വളച്ചൊടിച്ചും ഭരണാധികാരികൾക്ക് അധികനാൾ നിലനിൽക്കാനാവില്ലെന്ന് NCP-S സംസ്ഥാന ട്രഷറർ PJ കുഞ്ഞുമോൻ. പാലക്കാട് സംഘടിപ്പിച്ച നാഷണൽ യൂത്ത് കോൺഗ്രസ് എസിന്റെ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രക്തസാക്ഷിത്വത്തിന്റെയും ത്യാഗത്തിന്റെയും ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. വിവിധ സംസ്കാരങ്ങളുടെ സമ്പന്ന ഭൂമിയായ ഭാരതത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഭരണാധികാരികളും കൂട്ടുനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷത്തെയും വിമർശനങ്ങളെയും ഇല്ലാതാക്കുന്നത് ഭാരതത്തിന്റെ അന്തസത്ത ഇല്ലാതാക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു.
NYC ജില്ലാ പ്രസിഡന്റ് പി സിദ്ദിഖ് അധ്യക്ഷനായി. NCPS ജില്ലാ പ്രസിഡന്റ് A രാമസ്വാമി, ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ, ആയിഷ, സലോമ, അബ്ദുൾ റഹ്മാൻ, ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പട്ടാമ്പി സർക്കാർ ഹൈസ്കൂളിൽ വിവിധ മേളകൾ അരങ്ങേറി. UP ഹൈസ്കൂൾ തലത്തിലെ വിദ്യാർത്ഥികൾക്കായാണ് മേള സംഘടിപ്പിച്ചത്. ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിത, IT പ്രവൃത്തി പരിചയ മേളയാണ് പട്ടാമ്പി സർക്കാർ ഹൈസ്കൂളിൽ നടന്നത്. വിവിധ വിഭാഗങ്ങളിലായി 300ഓളം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു. പഠനത്തിനപ്പുറം വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ഇത്തരം മേളകൾ സംഘടിപ്പിക്കുന്നതെന്ന് പ്രധാനാധ്യാപിക T രാധ പറഞ്ഞു. നമ്മുടെ സ്കൂളിലെ ഈ വർഷത്തെ ശാസ്ത്രമേളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വിവിധ വിഷയങ്ങളുടെ മേളകൾ ഇവിടെ നടക്കുന്നുണ്ട്. സയൻസ്, സാമൂഹ്യശാസ്ത്രം, ഗണിതം, പ്രവൃത്തി പരിചയം, IT ഈ മേഖലകളിലുള്ള കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും അത് കണ്ടെത്തുന്നതിനും കൂടി വേണ്ടിക്കൊണ്ടാണ് നമ്മൾ ഈ മേളകൾ നടത്തുന്നത്. സ്കിൽ മോഡൽ, വർക്കിംഗ് മോഡൽ എന്നിങ്ങനെ നടന്ന മത്സരത്തിൽ വിദ്യാർത്ഥികളുടെ അസാമാന്യ കഴിവുകൾ പ്രകടമായിരുന്നു. വിദ്യാർത്ഥികൾ നിർമ്മിച്ച വസ്തുക്കളുടെ വിവരണവും നടന്നു. ഇതിന് ഫസ്റ്റ് വരുന്നത് ഇതിന് വേണ്ട കറണ്ട് ഇതിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്നത്. അതായത് ഇതിന് വേണ്ട കറണ്ട് ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ ഒരു ഫീച്ചർ. അതായത് ഇത്തരം സാധനങ്ങൾ വർക്ക് ചെയ്യാൻ KCBക്ക് ഒരുപാട് ചിലവ് വരുന്നുണ്ട്. ഇതിനുള്ളത് ഇതിൻ്റെ ആക്കാം. പിന്നെ KCB കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ഇതുണ്ടാക്കാനാണെങ്കിൽ നമുക്ക് ഇതിൽ സോളാർ പകരം ആഡ് ചെയ്യാം. അങ്ങനെ വന്നാൽ എന്താ വെച്ചാൽ കടലിൽ നിന്ന് കുറേ വെയിൽ കിട്ടും. അത് ഒരുപാട് സെല്ലുകൾ ചെയ്താൽ അത് സ്റ്റോർ ചെയ്തിട്ട് ഇതിനുപയോഗിക്കാം, അല്ലെങ്കിൽ KCBക്ക് കൊടുക്കാം. മൂല്യനിർണ്ണയത്തിനു ശേഷം പ്രദർശനവും ഉണ്ടായിരുന്നു. ഡെപ്യൂട്ടി HM നിർമ്മല, അധ്യാപകരായ സുബീന, ജയ, ഷേർലി, സുവിത, റാംമോഹൻ, തുഷാര തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്കൂൾ തല വിജയികൾക്ക് സബ് ജില്ലാ തലത്തിൽ മത്സരിക്കാനുള്ള അവസരവും ലഭിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ തീപിടുത്തം. ടയറുകൾ സൂക്ഷിക്കുന്ന കെട്ടിടത്തിന്റെ സീലിംഗിനാണ് തീപിടിച്ചത്. ചാലക്കുടി, പുതുക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് തീ അണച്ചത്. വെള്ളിയാഴ്ച രാവിലെ 8:40 സംഭവം. തീ കണ്ട ഉടൻ ജീവനക്കാർ തന്നെ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതിനാൽ വൻ തീപിടുത്തം ഒഴിവായി. തുടർന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. തീപിടുത്തത്തിൽ വലിയൊരു ഭാഗം സീലിംഗ് കത്തി നശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പതാക ഉയർത്തി. പ്രസിഡന്റ് ഗിരീഷ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി പ്രജിത്ത് പട്ടാമ്പി വ്യാപാരി ദിന സന്ദേശം നൽകി. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം EP അബ്ദുൾ ജബ്ബാർ, ജനറൽ സെക്രട്ടറി സന്തോഷ്, ട്രഷറർ അബുലൈസ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് സനൂപ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. മുള്ളൂർക്കര വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് KM മുഹമ്മദ് പതാക ഉയർത്തി മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി PM ഹംസ, യൂണിറ്റ് ട്രഷറർ KM പ്രേമൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൽ സലാം, വനിതാ വിംഗ് പ്രസിഡന്റ് ധന്യ ഷിബു എന്നിവരുടെ നേതൃത്വത്തിലാണ് ദിനാചരണ പരിപാടികൾ നടന്നത്. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് CM ഷംസുദ്ദീൻ, യൂണിറ്റ് സെക്രട്ടറിമാരായ CS നൌഫൽ, CC മോഹൻദാസ്, യൂണിറ്റ് വനിതാ വിംഗ് സെക്രട്ടറി സ്മിത മണികണ്ഠൻ, യൂത്ത് വിംഗ് ട്രഷറർ ഇബ്നു നബീൽ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് മധുര വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മഴ കഴിഞ്ഞിട്ടും ദുരിതാശ്വാസ ക്യാമ്പ് നിർത്തിയിട്ടും തൃശൂർ ഞ്ചേരി ഇരട്ടക്കുളങ്ങരയിൽ 6 കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതത്തിലാണ്. വീടുകൾക്ക് പിറകിലേക്ക് മലയിടിഞ്ഞ് മണ്ണ് വന്ന് നിറഞ്ഞതോടെയാണ് വീടുകളിൽ അന്തിയുറങ്ങാൻ ആകാതെ ഇവർ ദുരിതത്തിലായത്. ജൂലൈ 30-നാണ് ഇരട്ടക്കുളങ്ങര ആയുർവേദ ആശുപത്രിക്ക് സമീപമുള്ള 4 വീടുകളുടെ പുറകിലേക്ക് വീടിന്റെ അത്ര തന്നെ ഉയരത്തിൽ മലയിടിഞ്ഞ് വീണത്.
അബ്ദുൾ റഹ്മാൻ, മണികണ്ഠൻ, ലത്തീഫ്, മുഹമ്മദ് നിസാം എന്നിവരുടെ കുടുംബങ്ങളാണ് മണ്ണിടിച്ചിൽ മൂലം തലചായ്ക്കാൻ ഇടമില്ലാതെ പെരുവഴിയിലായത്. 4 വീടുകളുടെ പിറകിലേക്ക് മാത്രമാണ് മണ്ണിടിഞ്ഞു വീണത്. എങ്കിലും തൊട്ടടുത്ത 2 വീടുകളും സുരക്ഷാ ഭീഷണി നേരിടുന്നതിനാൽ വാസയോഗ്യമല്ല. മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി തുടരുന്നുണ്ടെങ്കിലും പല വീടുകളുടെയും പുറകുഭാഗം ശക്തിയായി വന്ന കല്ല് മണ്ണുമിടിച്ച് ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ്. മണ്ണ് പൂർണ്ണമായും നീക്കിയാലും വീടുകളുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് മണ്ണിടിച്ചിൽ സാധ്യതയില്ലെന്ന് ഉറപ്പുവരുത്തിയാലേ ഇനി ഇവർക്ക് ഇവിടെ താമസിക്കാനാകൂ. വടക്കാഞ്ചേരി സ്കൂളിൽ നടന്നു വന്നിരുന്ന ദുരിതാശ്വാസ ക്യാമ്പ് നിർത്തിയതോടെ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമായിരിക്കുകയാണ് ഈ കുടുംബങ്ങൾ. പലരും ഇപ്പോൾ വടക്കാഞ്ചേരിയിലെ ട്യൂട്ടോറിയൽ കോളേജിലാണ് അന്തിയുറങ്ങുന്നത്. മണ്ണ് മാറ്റി മണ്ണിടിച്ചിൽ ഭീഷണി ഒഴിഞ്ഞ് തങ്ങളുടെ കൊച്ചു സ്വർഗങ്ങളിലേക്ക് മടങ്ങാനാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ കുടുംബങ്ങൾ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ വാർഷികാഘോഷം ഓഗസ്റ്റ് 11 പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ നടക്കും. ജനകീയ കലാരൂപമായ നൃത്തത്തെ പരിപോഷിപ്പിക്കുന്നതിന് സമൂഹത്തിന്റെ പിന്തുണ ആവശ്യമാണെന്ന് കൺവീനർ NK ആതിര പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സാധാരണ നൃത്ത അധ്യാപകർക്കും ഇതേപോലെ പല സ്കൂളിൽ നിന്നായാലും കോമ്പറ്റീഷനായാലും ഈ ചെറിയ ചെറിയ സംഭവങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് നേരിട്ടുണ്ട്. അതൊക്കെ പ്രതിസന്ധി തരണം ചെയ്തിട്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കലയോടുള്ള അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ്. ഈ കല കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. ഈ കല കൊണ്ട് മറ്റുള്ളവർക്കും എന്തെങ്കിലും ഉപകാരം ചെയ്യണം, അതായത് നല്ല കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു ഇതുകൂടെയാണ് ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത് ഞങ്ങൾ. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സോദാഹരണ പ്രഭാഷണം, ആദരിക്കൽ, കലാപ്രകടനങ്ങൾ എന്നിവയും നടക്കുമെന്നും ആതിര സന്തോഷ് പറഞ്ഞു. M. ശോഭ, K. അശോകൻ, ഡോക്ടർ ഹരിദാസ്, N. രമേശ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും കോൺഗ്രസ് നേതാവായിരുന്ന ബാലഗോപാലൻ മാസ്റ്റർ അനുസ്മരണവും സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി TY ഷിഹാബുദ്ദീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വെള്ളിയാഴ്ച രാവിലെ കുളപ്പുള്ളിയിലെ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ബാലഗോപാലൻ മാസ്റ്ററുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി. ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഭരിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച ബ്രിട്ടീഷുകാരെ എല്ലാവിധ സർവശക്തിയും സർവ്വ ഐക്യത്തോടുകൂടിയുള്ള പോരാട്ടത്തോടുകൂടി ഈ രാജ്യത്ത് നിന്ന് നമ്മൾ ഓടിച്ചു വയ്ക്കും. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് അതേ ഭിന്നിപ്പിൻ്റെ ആശയങ്ങളുമായി കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത് എന്നുള്ളത് വലിയ വിരോധാഭാസമാണ്. തീർച്ചയായും ആ ഭിന്നിപ്പിൻ്റെ ആശയങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് വലിയ പിന്തുണ ഇന്ത്യയുടെ ജനത ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ചൂഷണം ചെയ്യുന്നവരുടെ കപടമുഖങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ സൂചനയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, ബ്ലോക്ക് പ്രസിഡന്റ് TK ബഷീർ, അനിൽകുമാർ, PA വാസുദേവൻ, അനിൽ കാറാത്ത്, PM മുരളീധരൻ, വിൻസെന്റ്, T സീന, PR പ്രവീൺ, E കൃഷ്ണൻകുട്ടി, ഉദയൻ, VG ശ്രീനിവാസൻ, PC രാമൻകുട്ടി, രവീന്ദ്രൻ അമ്മാത്ത്, രഘു വള്ളോത്ത്, ഹരി ഷൊർണൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. 37ാമത് നെറ്റ്ബോൾ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 10, 11 തീയതികളിലായി മുണ്ടൂർ ആർനെറ്റ് കോളേജിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 19 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരത്തിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നായി 400 താരങ്ങൾ പങ്കെടുക്കും. ദേശീയ തലത്തിൽ കേരള ടീം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. നെറ്റ്ബോൾ പരിശീലനം വ്യാപകമാക്കുന്നതിനും കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിനും സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ദേശീയ അന്തർദേശീയ മത്സരങ്ങൾക്കുള്ള ടീമുകളെ തിരഞ്ഞെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അണ്ടർ 19 19 വയസ്സിന് താഴെ പ്രായമുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഈ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിൽ നടക്കുന്ന ദേശീയ മത്സരത്തിലേക്കുള്ള കേരള ടീമിനെ പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ദേശീയ മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ നമ്മൾ കേരളത്തിലെ ഗേൾസ്, കേരളത്തിലെ പെൺകുട്ടികൾ ഗോൾഡ് മെഡലായിരുന്നു. ആൺകുട്ടികൾ 4ാം സ്ഥാനക്കാരായിരുന്നു. അതിൽപ്പെട്ട കുട്ടികളാണ് ഇത്തവണയും ഇവിടെ മാറ്റിവെക്കപ്പെടാൻ വേണ്ടി വരുന്നത്. കേരള നെറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി S നജ്മുദ്ദീൻ, ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി സത്യൻ, പ്രസിഡന്റ് മുത്തുകുമാരൻ, ശശിധരൻ നായർ, രാമചന്ദ്രൻ, മിനി തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
യൂത്ത് കോൺഗ്രസ് കാരക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും നടന്നു. ജില്ലാ സെക്രട്ടറി ടി സീന പതാക ഉയർത്തി. വെള്ളിയാഴ്ച രാവിലെ കാരക്കാട് കമ്പനിപ്പടിയിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് അനുശോചനം രേഖപ്പെടുത്തി. മുൻകാല കോൺഗ്രസ് നേതാവായിരുന്ന ബാലഗോപാലൻ മാസ്റ്ററെയും അനുസ്മരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ടി.ആർ. സുജിത് കുമാർ, യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജിമോൾ, ബൂത്ത് പ്രസിഡന്റ് ജയപ്രകാശ്, രാജൻ, കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പട്ടാമ്പി തിരുമിറ്റക്കോട് ഇളയന്നൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ സ്ഥലത്ത് ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ ചെണ്ടുമല്ലി വിളവെടുപ്പ് നടന്നു. ക്ഷേത്ര പരിസരത്ത് നടന്ന വിളവെടുപ്പ് പരിപാടി തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ഉദ്ഘാടനം ചെയ്തു. നേതൃത്വത്തിലുള്ള കുമാരേട്ടൻ തൊട്ടടുത്ത ദേശമംഗലം പഞ്ചായത്തിലെ താമസക്കാരൻ സ്വദേശിയാണ്. അദ്ദേഹം നമ്മുടെ പഞ്ചായത്തിൽ വന്ന് നമ്മുടെ ദേവസ്വത്തിൻ്റെ മണ്ണിൽ നല്ലൊരു വിളവെടുപ്പാണ് നടത്തിയിട്ടുള്ളത്. ചെണ്ടുമല്ലി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓണക്കാലത്ത് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ്. സാധാരണ കർഷകർ ഈ പൂവ് ഇട്ട് ഓണം കഴിഞ്ഞിട്ട് വിളവെടുക്കുന്ന ഒരു രീതിയിലേക്കാണ് നമുക്ക് എന്തായാലും വിളവ് കിട്ടാറുള്ളത്. പക്ഷേ കുമാരേട്ടൻ്റെ വിളവ് ഓണത്തിൻ്റെ മുന്നോടിയായിട്ട് ഉള്ളത് കാരണം നമ്മുടെ വിപണിയെ പിടിച്ചു നിർത്താൻ ഒരു താങ്ങാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. എന്തായാലും നല്ലൊരു മനസ്സ് കുളിർക്കുന്ന ഒരു സംരംഭത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ തുടക്കം കുറിക്കുന്നത്. ക്ഷേത്രത്തിന്റെ 50 സെന്റോളം സ്ഥലത്ത് 30,000 രൂപ ചെലവിൽ 1200-ലേറെ ചെണ്ടുമല്ലികളാണ് ഒരുക്കിയത്. പരിപാടിയിൽ വാർഡംഗം പി ജീന രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ കെ പ്രമോദ് മുഖ്യ അതിഥിയായി. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ്, കൃഷി ഓഫീസർ അനിത് സിറിയക്, കർഷക കൂട്ടായ്മ കൺവീനർ എം കുമരവേലൻ, കെ രാവുണ്ണി, പ്രകാശൻ ഓടുവാറക്കുന്ന, കെ രവിപ്രകാശ്, അഡ്മിനിസ്ട്രേറ്റർ ജയപ്രകാശ്, കെ ചന്ദ്രമോഹൻ, അനിൽ, സജു, രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേവസ്വം മാനേജർ പി പ്രസന്നകുമാർ സ്വാഗതവും കെ കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു. അടുത്ത തവണ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ചെണ്ടുമല്ലി കൃഷി വ്യാപിക്കാനാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കരുതൽ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും മറ്റ് ജനപ്രതിനിധികളും ചേർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് നൽകുന്ന 5 ലക്ഷം രൂപയുടെ ചെക്ക് അഡ്വക്കേറ്റ് ശാന്തകുമാരി MLAക്ക് കൈമാറി. അനുജത്തിയുടെ പിറന്നാളിന് സമ്മാനം വാങ്ങി നൽകുന്നതിനായി ശേഖരിച്ച നാണയത്തുട്ടുകൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകി 8 വയസ്സുകാരൻ മുഹമ്മദ് നിഹാൻ. ആറ്റൂർ അർഫ ഇംഗ്ലീഷ് സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് നിഹാൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ വയനാടിനൊപ്പം ക്യാമ്പയിനിലേക്കാണ് തന്റെ സമ്പാദ്യം കൈമാറിയത്. KMCC ചീലക്കര നിയോജകമണ്ഡലം പ്രസിഡന്റ് മുസമിൽ തലശ്ശേരിയുടെ മകൻ കൂടിയാണ് മുഹമ്മദ് നിഹാൻ. തന്റെ ജീവിതത്തിലെ ആദ്യ സമ്പാദ്യ ശേഖരണമാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ വയനാടിനൊപ്പം എന്ന ക്യാമ്പയിനിലേക്ക് മുഹമ്മദ് നിഹാൻ സംഭാവന നൽകുന്നതെന്ന് പിതാവ് പറഞ്ഞു. ഇതോടെ തൃശൂർ ജില്ലയിൽ തന്നെ പാർട്ടിയുടെ ക്യാമ്പയിനിന് സംഭാവന നൽകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളായി നിഹാൻ മാറി. മുസ്ലിം ലീഗ് ഭാരവാഹികളായ TM ഹംസ, STU സംസ്ഥാന ഭാരവാഹി ഷംഷാദ്, ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം ഇബ്രാഹിം, MSF ഭാരവാഹികളായ സാലിഹ്, അൽതാഫ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് തുക കൈമാറിയത്. എന്നെ അടുത്തിരുത്തി ചോദിച്ചറിഞ്ഞിട്ട് എന്താണ് പ്രശ്നം. സ്വാഭാവികം മൊബൈലിൽ കാണുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവൻ്റെ മനസ്സ് വല്ലാണ്ട് പ്രയാസപ്പെട്ടു. കുറേ ആളുകൾക്ക് കിടപ്പാടം നഷ്ടപ്പെട്ട്, കുറേ ആളുകളെ കാണാതായി, ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥ കണ്ടിട്ട് അവൻ ഓടിപ്പോയി അവൻ്റെ വണ്ടിപാത്രം എടുത്തുകൊണ്ട് വന്ന് പറയാണ് ഇത് അവരെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക്, അതായത് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉപ്പച്ചി ഇത് കൈമാറണം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അല്ല. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം വരോട് അനങ്ങന്മല പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ക്വാറിയുടെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് സബ് കളക്ടർക്ക് പരാതി നൽകി വിദ്യാർത്ഥികൾ. ക്വാറിയുടെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് പനമണ്ണ UP സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒപ്പിട്ട നിവേദനമാണ് സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന് കൈമാറിയത്. സബ് കളക്ടറുടെ ചേംബറിലെത്തിയാണ് വിദ്യാർത്ഥികൾ നിവേദനം നൽകിയത്. അനങ്ങന്മലയുടെ താഴ്വാരത്താണ് പനമണ്ണ UP സ്കൂൾ പ്രവർത്തിക്കുന്നത്.
വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അനങ്ങൻമലയും ഉരുൾപൊട്ടലിന് വിധേയമാകുമോ എന്ന ആശങ്കപ്പെടുന്നതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. സമാധാനമായി പഠിക്കാനും പഠിപ്പിക്കാനും സ്കൂളിലേക്ക് വിടുന്നതിനും വേണ്ട അന്തരീക്ഷം ഒരുക്കിത്തരണമെന്നും അടിയന്തരമായി അനങ്ങൻമലയോട് ചേർന്ന് നടക്കുന്ന ക്വാറിയുടെ പ്രവർത്തനം നിർത്തുന്നതിനാവശ്യമായ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനത്തിലുള്ളത്. വിദ്യാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജിയോളജി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സബ് കളക്ടർ നിർദ്ദേശം നൽകി. പരിസ്ഥിതി ക്ലബ് പ്രസിഡന്റ് കെ ഫാത്തിമ ഹുദ, പ്രധാനാധ്യാപിക പി ബീന, സ്കൂൾ മാനേജർ വി ശ്രീഹരി, ബി ഹേമ, ഷീജ, ഐശ്വര്യ, മുഹമ്മദ് സ്വാലിഹ്, അബു താഹിർ, MPTA പ്രസിഡന്റ് ഫാത്തിമ സുഹറ, സുമയ്യ, ഹസീന എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ നിവേദനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഗസാക്കി ദിനാചരണവും യുദ്ധവിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു. സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെയും JCRന്റെയും ആഭിമുഖ്യത്തിലാണ് ദിനാചരണ പരിപാടികൾ നടന്നത്. യുദ്ധവിരുദ്ധ റാലി പ്രധാനാധ്യാപിക അജിത ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധ സന്ദേശങ്ങളടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് റാലിയിൽ പങ്കെടുത്തത്. തുടർന്ന് വിദ്യാർത്ഥികൾ മങ്കര പോലീസ് സ്റ്റേഷനും സന്ദർശിച്ചു. പോലീസ് സ്റ്റേഷനിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയ സ്വീകരണം ASI വിജയൻ ഉദ്ഘാടനം ചെയ്തു. 1945 ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആഗസ്റ്റ് 6-നും ആഗസ്റ്റ് 9-നും അണുബോംബ് സൃഷ്ടിച്ചതിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ള മനുഷ്യകുരുതികളുടെ ഒരു ഓർമ്മ പുതുക്കലും അതിനോടൊപ്പം ഇനി ഒരിക്കലും നമുക്ക് യുദ്ധം വേണ്ട എന്ന സന്ദേശം ആളുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി മങ്കര ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള യുദ്ധവിരുദ്ധ റാലിയാണ്. സിവിൽ പോലീസ് ഓഫീസർ ഉഷ മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീകാന്ത് മാസ്റ്റർ, രഞ്ജിത്ത് മാസ്റ്റർ, ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിലാണ് റാലി നടന്നത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വയനാടിനായി കൈകോർത്ത് കുളപ്പുള്ളിയിൽ പ്രവർത്തിക്കുന്ന മെഗാ ടൂറിസ്റ്റ് ഹോമും വയനാട്ടിലെ ദുരന്തഭൂമിയിൽ അകപ്പെട്ടവരുടെ പുനരുജ്ജീവനത്തിനായി സ്ഥാപനമുടമ വല്ലപ്പുഴ കുറുവട്ടൂർ നെടിയോടത്ത് ബഷീറും ബഷീറിന്റെ മകൻ മുഹമ്മദ് മെഹർഷാദും ചേർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 6 ലക്ഷം രൂപ കൈമാറി. വ്യാഴാഴ്ച രാവിലെ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് ബഷീർ 50,000 രൂപയുടെ ചെക്കും ബഷീറിന്റെ മകൻ മുഹമ്മദ് മെഹർഷാദ് ഔറയ്ക്ക് പോകാനായി സ്വരൂപിച്ച തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്രയ്ക്ക് കൈമാറിയത്. വയനാടിന്റെ പുനരുജ്ജീവനത്തിനായി എല്ലാ മനുഷ്യരും കൈകോർക്കണമെന്ന് ബഷീർ പറഞ്ഞു. എൻ്റെ മെഗാ ടൂറിസ്റ്റ് ഹോമിൻ്റെ വകയായി വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ലളിതമായ ഒരു 50,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്താൽ അത് ഫലപ്രദമായി മുഖ്യമന്ത്രി അത് കൊടുക്കുന്നുള്ള എല്ലാവിധ വിശ്വാസവും ഉള്ളതുകൊണ്ട് എൻ്റെ മോനും അതേപോലെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പാലക്കാട് ജില്ലാ കളക്ടർ വഴി ഞങ്ങൾ കൈമാറി. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും പ്രകമ്പനമുണ്ടായതായി റിപ്പോർട്ട്. പ്രകമ്പനമുയർന്നത് വെള്ളിയാഴ്ച രാവിലെ 10:15 ഒറ്റപ്പാലം താലൂക്ക് പരിധിയിലെ വിവിധ പ്രദേശങ്ങളിലും ഇടിമുഴക്കം പോലെ ഭയാനക ശബ്ദമുയർന്നതായി പ്രദേശവാസികൾ. കുന്നംകുളം മരത്തംകോട് ചൊവ്വന്നൂരിൽ വൻ ലഹരിവേട്ട, 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ഗുരുവായൂർ സ്വദേശി നിതീഷ്, പേരകം സ്വദേശി അൻസിൽ എന്നിവർ. പ്രതികളിൽ നിന്നും കണ്ടെടുത്തത് 2 കിലോ ഹാഷിഷ് ഓയിലും 65 ഗ്രാം MDMAയും 2.5 ഗ്രാം MDMAയുമായി 2 പേർ പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. പ്രതികളെ റിമാൻഡ് ചെയ്തു. തൃശൂരിൽ ഗുണ്ട ആക്രമണം, കൊലക്കേസ് പ്രതിക്ക് കുത്തേറ്റത് കുറ്റൂർ സ്വദേശി ആക്രു എന്ന വിപിന്. പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം പൂർണ്ണ സജ്ജമായാൽ കേരളത്തിന്റെ കായിക ലോകത്തിന് കുതിപ്പിന്റെ നാഴികക്കല്ലാവുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. അടിസ്ഥാന സൗകര്യത്തിലും ആധുനിക സംവിധാനമുള്ള മൈതാനമില്ലാത്തതും കേരളത്തിന് തിരിച്ചടിയാണെന്നും മന്ത്രി. പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPM പ്രവർത്തകർക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർ കോടതി കയറേണ്ടി വരുമെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ചെങ്കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന പാലക്കാട് ജില്ലയിൽ CPM ശോഷിച്ചു വരുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്താനാണ് CPM ശ്രമമെന്നും A തങ്കപ്പൻ. വ്യാജ വോട്ടർമാരെ ഉപയോഗിച്ച് ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിന് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണ. തൃശൂർ തളിക്കുളത്ത് മത്സ്യബന്ധനത്തിനിടെ തിരയിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് നമ്പിക്കടവിൽ
താമസിക്കുന്ന 52 വയസ്സുള്ള സുനിൽകുമാർ. പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം റെയിൽവേ ട്രാക്കിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് വള്ളത്തോൾ നഗർ അത്തിക്കപ്പറമ്പ് സ്വദേശി കുഞ്ഞി മുഹമ്മദിന്റെ ഭാര്യ മറിയക്കുട്ടി. തൃശൂർ പേരാമ്പ്ര അപ്പോളോ ടൈഗേഴ്സിൽ തീപിടുത്തം. അപകടം നടന്നത് വെള്ളിയാഴ്ച രാവിലെ 8:40 ചാലക്കുടി, പുതുക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രോജ്വല പോരാട്ട സ്മരണയിൽ ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനം. ചരിത്രഗതിയറിയാത്ത ഭരണാധികാരികൾ വർത്തമാന ഭാവി കാലത്ത് ഇടം പിടിക്കുന്നത് ചവറ്റുകുട്ടയിലാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം. വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം. യോഗം നടന്നത് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ബസ്സുടമകളുടെയും സാന്നിധ്യത്തിൽ. വിദ്യാർത്ഥികളുടെ സുഗമമായ യാത്രയ്ക്കാവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ യോഗത്തിൽ തീരുമാനം. ഒറ്റപ്പാലം നഗരസഭയിലെ വരോട് അനങ്ങൻമലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ക്വാറി പ്രവർത്തനം നിർത്തിവെക്കണമെന്നും അനങ്ങൻമലയെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി വരോട് KPSMM VHSSലെ വിദ്യാർത്ഥികളും അധ്യാപകരും. പ്രതിഷേധത്തിന്റെ ഭാഗമായി ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ സ്കൂളിലെ അധ്യാപകരുടെ ഏകദിന ഉപവാസം. ഓഗസ്റ്റ് 15-ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി ശൃംഖല തീർക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.